നമ്മുടെ ബിസിനസ് ഇനീഷ്യൽ സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് മാറണമെങ്കിൽ നിർബന്ധമായും സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് ആവശ്യമായിരിക്കും. സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പറ്റുന്ന അബദ്ധമാണ് ക്വാളിഫിക്കേഷൻ മാത്രം നോക്കി സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യണം. സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ജോബിലേക്കാണോ സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അവരുടെ സ്കില്ല് കൂടി വളരെ ഇമ്പോർട്ടൻസ് ആണ്. സ്കില്ല് കൂടി പരിഗണിച്ച് വേണം സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ. അതോടൊപ്പം തന്നെ ഏത് ജോബ് റോളിലേക്കാണോ നമ്മൾ അപ്പോയിൻറ്റ് നടത്തുന്നത് ആ ജോബിനെ വ്യക്തമായി അനാലിസിസ് നടത്തി ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. അതിനകത്ത് കറക്റ്റായി എവിടെയാണ് പ്ലേസ്മെൻറ്റ് വരുന്നത്, ടൈമിംഗ് എങ്ങനെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഇതോടൊപ്പം തന്നെ ജോബിന് തയ്യാറായി വരുന്ന വ്യക്തിക്ക് വേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ് സ്പെസിഫൈ ചെയ്യുന്ന ജോബ് സ്പെസിഫിക്കേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് പോകാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ സംഭവിക്കുക ഒരു ക്വാളിഫിക്കേഷൻ മാത്രം നോക്കി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്ന ജോബ് റോളിലേക്ക് സ്കിൽ ചെയ്യാത്ത ആളായിരിക്കും. സംഭവിക്കാൻ പോകുന്നത് എന്താണ്, അയാളെ വെച്ച് വർക്ക് അറിയാത്തൊരു വ്യക്തിയെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അയാളെ കൂടെ നിന്ന് പണിയെടുക്കേണ്ട അവസ്ഥ വരിക. അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ഒരു പ്രൊഡക്റ്റീവ്നെസ്സും ഇല്ലാതെ നമ്മുടെ സമയം കൂടി അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. ഒരിക്കലും അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതിൽ പ്രിപ്പയർ ആയിട്ട് വേണം റിക്രൂട്ട് ചെയ്യാൻ.